ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു പാർട്ടിൽ നമ്മൾ ഏകദേശം ഈ ഒരു ഫേസിൻ്റെ പകുതികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം പകുതികൾ മാത്രമേ ചെയ്യുന്നുള്ളതിൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് കാണുമ്പം സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുമെങ്കിൽ പോലും ഇത് നമുക്ക് ഷെയ്ഡിങ് നല്ല രീതിയിൽ ചെയ്യാനുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രോയിങ്ങിൽ നമുക്ക് ഫേസിൽ ഇത്രയധികം ഷെയ്ഡിങ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു പ്രാവശ്യം നമുക്ക് അങ്ങനെയല്ല. ഈ ഒരു ഫേസിൽ നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡിങ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ഫോട്ടോ നോക്കുന്ന സമയത്ത് ഒരുപാട് ഷെയ്ഡിങ്, അതായത് നല്ല രീതിയിൽ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് ഡാർക്ക്നെസ് കൂടിയ പെൻസിലൊന്നും യൂസ് ചെയ്യല്ല്. ഞാൻ എല്ലാവർക്കും ഇന്ന് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഏറ്റവും ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചിട്ട് വേണം ഷെയ്ഡ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരിക്കലും ഡാർക്ക് ഷെയ്ഡ് ആദ്യം തന്നെ അപ്ലൈ ചെയ്യില്ല. കാരണം നമുക്ക് ഷെയ്ഡിങ് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇറേസ് ചെയ്തിട്ട് മായ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഷെയ്ഡ് ചെയ്താൽ നമുക്കത് അതുപോലെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് ഷെയ്ഡിങ് കൊടുക്കാണ്ടിരിക്കുക. കാരണം ഒരു ലിമിറ്റ് വെച്ച് ചെയ്യുക. ഒരു കുറച്ച് ഷെയ്ഡിങ് കൊടുത്തിട്ടാണെങ്കിൽ പോലും ആ ചിത്രം നല്ല മനോഹരമാക്കി എടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഒരുപാട് ഷെയ്ഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചിത്രം ഇവിടെ കറുത്ത് പോകുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ ആ ഒരു ഫോട്ടോ, അതായത് റെഫറൻസ് ഇമേജായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് അതുപോലെ അല്ലല്ലോ വന്നേക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ഒരു ലിമിറ്റ് വെച്ച് ചെയ്യുക. ഒരു കുറച്ച് ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ ബ്ലെൻഡ് ചെയ്യുക, പിന്നെയും കുറച്ച് ഷെയ്ഡ് ചെയ്യുക. അപ്പം ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി. എനിക്ക് ഡ്രോയിങ് അയച്ചു തരുന്ന മിക്കവരും ഈ പറഞ്ഞ മിസ്റ്റേക്കൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഒരുപാട് ഷെയ്ഡിങ് ചെയ്തിട്ട് ആ ഒരു ചിത്രം വൃത്തികേടായി പോയി എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത്. അപ്പം ഈ പറഞ്ഞ മിസ്റ്റേക്കൊക്കെ നമുക്കും ഉണ്ടാകാറുണ്ട്, എനിക്കും ഉണ്ടാകാറുണ്ട്. അപ്പം അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഷെയ്ഡിങ് ബിഗിനറൊക്കെ ആകുമ്പം ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യം നമുക്ക് പെൻസിൽ നല്ല രീതിയിൽ പിടിച്ച് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുകയെന്ന് നമുക്കറിയില്ല. നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഉദ്ദേശിച്ചാൽ പോലും നമുക്ക് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ഷെയ്ഡായി പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പെൻസിൽ നല്ല രീതിയിൽ കയ്യിൽ പ്രഷ് ചെയ്ത് പിടിക്കാനുള്ളൊരു ബാലൻസൊക്കെ നമുക്ക് ഉണ്ടായാൽ മാത്രമേ ആ ഷെയ്ഡിങ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഞാൻ എല്ലാവരിലും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഏത് ഡ്രോയിങ് ചെയ്താലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുക. തെറ്റിപ്പോയാൽ തെറ്റിപ്പോക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് തുടങ്ങിയാൽ മതി. അതാകുമ്പോൾ നമുക്ക് തെറ്റിപ്പോയാലും വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന ചില ഡ്രോയിങ്ങൊക്കെ ചിലപ്പം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെ കണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾ ഏത് ഡ്രോയിങ് ചെയ്താലും ഈ പറഞ്ഞ പോലെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുക. വീണ്ടും തെറ്റിപ്പോയെങ്കിൽ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാമല്ലോ. അപ്പം ആ രീതിയിൽ കണ്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഓരോരുത്തർ വരയ്ക്കുന്ന 2-3 ഡ്രോയിങ്ങൊക്കെ ചെയ്തിട്ട് ശരിയായില്ല എന്ന് കരുതി ഇട്ടിട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഡ്രോയിങ് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുക. മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് ഇമ്പ്രൂവ് വരത്തുള്ളൂ. അപ്പോൾ ഓരോ പിടിക്കാതെ ഞാൻ ഇതൊക്കെ എടുത്തെടുത്ത് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ഡ്രോയിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രോയിങ്ങിലേക്ക് വരിക. ആ ഡ്രോയിങ് പഠിക്കാൻ നല്ല രീതിയിൽ ചെയ്യുക. നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനൽ വഴി ഞാൻ ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഇടാറുണ്ട്. എല്ലാം ട്യൂട്ടോറിയലായിട്ട് തന്നെ ഇടുന്നത്, അല്ലെങ്കിൽ ഡ്രോയിങ് ടിപ്സൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ആകും. നിങ്ങൾക്ക് ഒരു ചെറിയ കഴിവെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ കഴിവ് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.